എല്ലാവർക്കും നമസ്കാരം. സച്ചിതം ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശിവരാത്രി ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന 8 വ്രതങ്ങളിലൊന്നാണ് ശിവരാത്രി വ്രതം. മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമാണ്. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം. ഭക്തിയോടുകൂടിയ വ്രതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായുസ്സുണ്ടാകാൻ ഉത്തമമാണ്. ദമ്പതികൾ ഒന്നിച്ചു വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ്. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി തിഥിയിലാണ് ഈ വ്രതാനുഷ്ഠാനം. ഭഗവാൻ ശിവശങ്കരന് ഏറ്റവും പ്രാധാന്യമുള്ള തിങ്കളാഴ്ച ശിവരാത്രി വരുന്നതും അതിവിശേഷമാണ്. അപൂർവമായാണ് ഇങ്ങനെ വരുന്നത്. പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം ഖണ്ഡത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാൻ ആപത്തൊന്നും വരാതെ പാർവതീദേവി ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി വ്രതാനുഷ്ഠാനം എങ്ങനെ എടുക്കാം എന്ന് നോക്കിയാൽ, തലേന്ന് ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം. തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് വ്രതശുദ്ധി വരുത്തി ഓം നമഃശിവായ ജപിച്ച് ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ്. അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ദാനം. അന്നദാനമാണെങ്കിൽ അത്യുത്തമം. ഭഗവാന്റെ പ്രിയ വൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവ്വം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ്. രാത്രി പൂർണ്ണമായി ഉറക്കമിളച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് മാരണ വീടാം. അന്നേ ദിവസം കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ശിവപഞ്ചാക്ഷര സ്തോത്രം, ബില്യാഷ്ടകം, ശിവാഷ്ടകം, ശിവസഹസ്രനാമം, ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുക. സൂര്യോദയത്തിന് മുന്നേ കുളി കഴിഞ്ഞ് നിലവിളക്ക് തെളിച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ശിവഗായത്രി ജപിക്കുന്നത് നന്ന്. അന്നേ ദിവസം സമർപ്പിക്കാവുന്ന വഴിപാടുകൾ നോക്കിയാൽ കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും പ്രധാനം. ശിവരാത്രിയുടെ അന്നും തലേന്ന് പ്രദോഷത്തിൻ്റെ അന്നും കൂവളത്തില പറിക്കരുത്. ശനിയാഴ്ചയെ പറിച്ചു വെച്ച് വെള്ളം തളിച്ച് വെച്ച ശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. കൂവളത്തില വാടിയാലും അതിൻ്റെ വിശിഷ്ടത നഷ്ടപ്പെടുകയില്ല. ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ നടത്തുന്നതും അതീവ വിശിഷ്ടമാണ്. പിൻവിളക്ക്, ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദാമ്പത്യ ദുരിത ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്യ സൂക്ത അർച്ചനയോ നടത്തുക. സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ സഹായകരമാണ്. ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുകയും ചെയ്യുന്നത് നന്ന്. ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവ്വം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം. അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. പരമശിവൻ നിർഗുണ പരബ്രഹ്മമാണ്. കാലഭൈരവനായും അർദ്ധനാരീശ്വരനായും ദക്ഷിണാമൂർത്തിയായും കപാലിയായും മഹായോഗിയായും കിരാതനായും ഭൂതഗണനാഥനായും ജഗത്പിതാവായും പരമശിവൻ ലോകനന്മയ്ക്കായി അവതാരമെടുത്തു. പരമേശ്വരൻ സർവ്വവ്യാപിയാണ്. എല്ലാം ശിവമയം തന്നെ. പരമശിവൻ സ്വയംഭൂവാണ്. പാർവതിയോടൊപ്പം കൈലാസത്തിൽ വസിക്കുന്നു. ഗണപതിയും സുബ്രഹ്മണ്യനുമാണ് മക്കൾ. ശിവന്റെ വാഹനം നന്ദികേശനാണ്. ശിവന്റെ തലയിലെ ജടയിൽ ഗംഗയും നെറ്റിയിൽ ചന്ദ്രക്കലയും ധരിച്ചിരിക്കുന്നു. കഴുത്തിൽ വാസുകിയെയും രുദ്രാക്ഷമാലയും ധരിച്ചിരിക്കുന്നു. നെറ്റിയിലും കഴുത്തിലും ഭസ്മം ലേപനം ചെയ്തിരിക്കുന്നു. അരയിൽ പുലിത്തോലാണ് അണിഞ്ഞിരിക്കുന്നത്. കയ്യിൽ തൃശൂലവും ഏന്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ശൈവവ്രതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ തിങ്കളാഴ്ച വ്രതം, അഷ്ടമി വ്രതം, പ്രദോഷ വ്രതം, ചതുർദശി വ്രതം, തിരുവാതിര വ്രതം മുതലായവയാണ് പ്രധാന ശൈവവ്രതങ്ങൾ. നിത്യവും ശിവാരാധന ചെയ്യുന്നവർ മരണാനന്തരം ശിവനായി തീരുന്നു എന്നും കൈലാസത്തിൽ ശിവനിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുന്നു എന്നുമാണ് വിശ്വാസം. ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം.
ആപത്തുകളും അകാല മരണവും ഒഴിവാക്കാൻ നിത്യവും മൃത്യുഞ്ജയനും വൈദ്യനാഥനുമായ ശ്രീ പരമേശ്വരനെ ഭജിക്കാം. 33 കോടി ദേവഗണങ്ങൾക്കും മുകളിലാണ് ശിവൻ.